ഐഡിയ ടെക് മാസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ചെയ്യാനല്ല, നമ്മൾ റീൽസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പറമ്പിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ തോട്ടിനകത്താണ്. അപ്പോൾ തോട്ടിലൊക്കെ നല്ല വെള്ളമാണ് മഴ പെയ്തിട്ട്. അപ്പോൾ നമ്മൾ റീൽസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്. അതായത് നമ്മുടെ കുടംപുളി വീണിട്ട് കുടംപുളി മുഴുവൻ തോട്ടിൽ കൂടെയും അതായത് മറ്റൊരു ചൂടിലൊക്കെ നിറഞ്ഞു കിടക്കണേ. അപ്പോൾ ഇനി അത് നമുക്ക് വാരിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഒന്നും നമുക്ക് ഇനി കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്ത് വന്നല്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാൻ നമ്മുടെ അടുത്ത് ഒരു സാധനം നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്കിത് എങ്ങനെ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ടൂൾസും നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നതായതുകൊണ്ട് ഒരു ടൂൾസും നമ്മുടെ കയ്യില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ടൂൾസ് കിട്ടും നോക്കാം. അപ്പോൾ ഒന്ന വഴിക്കതേ നമുക്ക് രണ്ട് ചെറിയ കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കൂണുണ്ട്. ഈ കൂണുകൾ നമുക്ക് പറിച്ചുകൊണ്ട് പോകണം. അപ്പം 3 കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തപ്പിക്കഴിഞ്ഞാൽ ഇനിയും കിട്ടും. അപ്പോൾ ഈ കൂട് കേടൊന്നും പറ്റാതെ ഇതും നമുക്ക് വീട്ടിലേക്ക് എത്തിക്കണം. അപ്പം തന്നെ നമ്മുടെ ഷെഡിനകത്ത് നമ്മൾ തപ്പിയപ്പോൾ നമുക്ക് കിട്ടിയത് പഴയ ഒരു ആക്സോ ബ്ലേഡ് മാത്രമാണ്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് മൂർച്ചയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷീറ്റുമെന്ന് നമ്മൾ ചെറിയ പഴയ ഒരു കയറും കൂടി അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് നമുക്കൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വണ്ണം കുറഞ്ഞ കുറച്ച് കമ്പുകൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈറയുണ്ട്. അപ്പോൾ ഈറയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. നമ്മുടെ ഈറയൊക്കെ നമ്മൾ മുറിച്ചെടുത്തുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈറൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ ഈറയുടെ പുറത്തൊരു ഓമയുണ്ട്. ആ ഓമ ഇപ്പോൾ കയ്യെ കുത്തിയിട്ട് ആകെ ചൊറിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് ആകെപ്പാട് ചൊറിച്ചിലായിരിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റ് ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് കുറച്ച് വലിപ്പത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതായത് നമുക്ക് കുറച്ചധികം സാധനം കൊണ്ടുപോകാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പീസ് നമ്മൾ മുറിച്ചെടുത്ത് ഇനി നമ്മൾ ഈ കയർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് രണ്ടും തമ്മിൽ കെട്ടിയൊന്ന് ബന്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കയർ തീരെ ചെറിയ കയറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വെയിറ്റ് താങ്ങുന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയറിനെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഈ കയറ്, അതായത് നമ്മളിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു പൊസിഷൻ നമ്മളിത് നേരെ ഓപ്പോസിറ്റ് തിരിക്കുകയാണ് ഡയറക്ഷനിലേക്ക്. അതിനുശേഷം നമ്മളിത് നിലത്ത് വെക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ അളവെടുത്തിട്ട് ഇതുപോലെ അളവെടുത്തതിന് ശേഷം നമ്മൾ ഓരോ പീസായിട്ട് മുറിച്ച് നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി രണ്ടാമത്തെ പീസ് നമ്മൾ ഒരേ അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇപ്പം വെച്ച ആ കമ്പിൻ്റെ മേളിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ അടുത്ത ഇത് വെച്ച് കൊടുക്കുകയാണ്. 2 സൈഡിലും ഒരേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും 3ാമത്തെ പീസ്, അതായത് നമ്മൾ ഓരോ തവണ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് നോക്കി വേണം അത് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മുറിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. അതിനുശേഷം 3ാമത്തെ പീസ് എടുക്കുന്നു, നമ്മൾ വെച്ചതിൻ്റെ നേരെ ക്രോസ് ആയിട്ട് വീണ്ടും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താ ടൈറ്റില്ലാതെ നിൽക്കുന്നത്. നമ്മൾ വെച്ച് കയറുന്നതിനനുസരിച്ച് തന്നെ കയറ് ടൈറ്റായി വരുന്നതായിരിക്കും. വീണ്ടും അതേപോലെ തന്നെ അടുത്ത പീസ് എടുക്കുന്നത് നമ്മൾ മേളിൽ 3ാമത് വെച്ചതിൻ്റെ മേളിൽ 4ാമതായിട്ട് ക്രോസ് വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കും. വീണ്ടും അടുത്ത പീസ് എടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം തന്നെ നല്ലൊരു ക്വാണ്ടിറ്റിയോളം സാധനം നമുക്ക് ഇതിനകത്ത് പോകും. അതുപോലെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് നമുക്ക് എത്രത്തോളം പുളിനകത്ത് കൊള്ളുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് മാക്സിമം പുളിയും ശേഖരിച്ച് നമ്മൾ ഈ ബാസ്ക്കറ്റിലാണ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോയത്. അപ്പോൾ ഇത് കറക്റ്റ് ടൈമിൽ ഇത് കളക്ട് ചെയ്യാത്ത കാരണം നമ്മുടെ പുളി ഒരുപാടെണ്ണം ചീഞ്ഞു പോയിട്ടുണ്ട്. ഈ കുടംപുളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, മഴക്കാലത്താണ് ഈ സാധനം കഴിച്ച് നമുക്കിത് ചാടി കിട്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ടൈമിൽ പെറുക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചീഞ്ഞു പോകും. ഇത് ഉണക്കിയെടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റിൽ നമ്മൾ പുളി മുഴുവൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് നിറഞ്ഞിട്ടില്ല, കാരണം വെച്ചാൽ നമ്മുടെ പുളി മുഴുവൻ ചീഞ്ഞു പോയി. അപ്പോൾ ചെയ്യാത്ത അത്യാവശ്യം കുഴപ്പമില്ല, ഉപയോഗിക്കാൻ പറ്റുന്നുള്ള പുളികൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ലാത്ത പുളികളൊന്നും നമ്മൾ എടുത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബാസ്ക്കറ്റ് നിറയാതെ പോയത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ബാസ്ക്കറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് ഇതിപ്പോൾ നമ്മുടെ ഒരു കണ്ടന്റ് ഒന്നുമല്ല, നമ്മളും ഏതോ ഒരു ചാനലിൽ കണ്ടൊരു ഓർമ്മ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിൽ ഇതുപോലെ ഒരു സാഹചര്യം വരുന്നതാണ്, ആർക്ക് വേണമെങ്കിലും ഇത്തരം നമ്മുടെ കൈ കിട്ടുന്ന ഏതൊരു സാഹചര്യം വെച്ച് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി എല്ലാം കൂടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ ബൈ.